PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ 11 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ ഹോട്ട് ടോപ്പിക്കുകളാണ് കേട്ടോ. നമ്മളെ ചാനൽ കാണുന്നവർക്കറിയാം, തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സും വീക്കിലിയുള്ള തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സും പുതിയ SCERT ചാപ്റ്ററുകളുടെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളും നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ വീഡിയോ കാണാം കേട്ടോ. അപരനാമങ്ങളും നദികളും. കേരളത്തിൻ്റെ ജീവരേഖ എന്ന് പറയുന്നത് പെരിയാർ എന്ന നദിയെക്കുറിച്ചാട്ടോ. കേരളത്തിൻ്റെ ജീവരേഖ പെരിയാർ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ മയ്യഴിപ്പുഴ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ. കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ കേട്ടോ. കേരളത്തിലെ ഗംഗ ഭാരതപ്പുഴ. കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പയാണ് കേട്ടോ. ദക്ഷിണ ഭഗീരഥി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദി പമ്പ. ദക്ഷിണ ഭഗീരഥി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദി പമ്പ. മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടിപ്പുഴ. മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടിപ്പുഴ. അപ്പോൾ ഇത്രയാണ് അപരനാമങ്ങളും നദികളും എന്ന ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ആകൃതിയും തടാകങ്ങളും. ആകൃതിയും തടാകങ്ങളും കേട്ടോ. പനയില എന്ന ആകൃതിയിലുള്ള തടാകമാണ് അഷ്ടമുടി. പനയിലയുടെ ആകൃതിയിലുള്ള തടാകമാണ് അഷ്ടമുടി. ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം. ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിലുള്ള തടാകമാണ് ശാസ്താംകോട്ട കേട്ടോ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിലുള്ള തടാകമാണ് ശാസ്താംകോട്ട. ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് മേപ്പാടി ചെമ്പ്ര. ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് മേപ്പാടി ചെമ്പ്ര. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ കാണുക. അതിൽ പുതിയ SCERT ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളും പുതിയ കറണ്ട് അഫയേഴ്സും GK ക്വസ്റ്റ്യൻസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്